ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ടീനേജേഴ്സിൻ്റെയും അല്ലെങ്കിൽ ടീൻ അല്ലെങ്കിൽ തന്നെ എല്ലാവരെയും ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഫേസിൽ വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള കുരുക്കളുടെ പ്രശ്നം അല്ലേ. അപ്പം നമുക്കറിയാം, എസ്പെഷ്യലി ഓയിലി ഫേസുകാരാണെങ്കിൽ അവർക്ക് പിമ്പിൾസ് ഫേസിൽ വരുന്ന എമൗണ്ട് കുറച്ചുകൂടെ കൂടുതലാവും. നമുക്കറിയാം, നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം തന്നെ ഇല്ലാതാക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഈ പിമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും, പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ എന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു റെമഡി നിങ്ങൾ ജസ്റ്റ് ഒരു 3 days യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിമ്പിൾസ് പൂർണ്ണമായിട്ടും വരുന്നത് തടയാനായിട്ട് സഹായിക്കുന്ന ഒരു റെമഡിയാണ്. പ്ലസ് നിങ്ങളുടെ ഇപ്പം ഫേസിലുള്ള പിമ്പിൾസ് നല്ല രീതിയിൽ റെഡ്യൂസ് ആവാൻ സ്റ്റാർട്ട് ആവും കേട്ടോ 3 days. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് എന്ന് പറയുന്ന പ്രശ്നമേ നിങ്ങൾക്ക് പിന്നെ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് ഉണ്ടാവത്തില്ല. സോ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം എന്താണെന്ന്. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനലോട്ട് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്, പിന്നെ കുഞ്ഞ് ബെല്ലൈക്കൻ വരും അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പിമ്പിൾസ് മാറാനുള്ള നാച്ചുറൽ റെമഡിക്ക് വേണ്ടി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഏലമാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഏലം എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ് കേട്ടോ. നമ്മുടെ പിമ്പിൾസിനെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് ഏലം എന്ന് പറയുന്നത്. ഇത് നമുക്ക് നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ഷേവ് ചെയ്തിട്ട് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഓയിലി ഫേസുകാർക്ക് ഒരുപാട് പിമ്പിൾസ് അൺകൺട്രോളബിൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോൺ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് 3 daysനുള്ളിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാം. ഇത് എല്ലാ സ്റ്റോർസിലും അവൈലബിൾ ആണ്. ഇത് ഈ ഒരു കളറായിട്ട് കിട്ടും, പിന്നെ ഇച്ചിരി ക്രീമി കളറിൽ കിട്ടും, പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം ഈ ഒരു ഏലം പൊടിച്ചെടുത്തതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഞാൻ പാത്രത്തിലോട്ട് ഇടുന്നതുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. ഞാനിവിടെ ബെഞ്ചാറസിൻ്റെ പ്രീമിയം റോസ് വാട്ടറാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു പൊടിക്കകത്തോട്ട് റോസ് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു മിശ്രിതമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇത്രയാണ് ഇതിനു വേണ്ടി വേണ്ടത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആ ഒരു റെമഡി എങ്ങനെയാണ് തയ്യാറാക്കിയത്. ഇനി അതിൻ്റെ മെയിൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഏലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനത്തെ ഒരു സ്റ്റോൺ ആണ് കേട്ടോ വരുന്നത്. ഇത് എസ്പെഷ്യലി നിങ്ങളുടെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് ഒരുപാട് പിമ്പിൾസ് വന്നിട്ട് അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പാടുകളും കുരുകളും ഒക്കെ ആവുന്ന പ്രശ്നമുണ്ട്. എല്ലാത്തിനും നല്ലതാണ് ഈ ഒരു ഏലം എന്ന് പറയുന്ന സ്റ്റോണ്. സോ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങളുടെ സാധാരണ എങ്ങനെയാണ് നിങ്ങളുടെ നോർമൽ ഫേസ് കെയർ റുട്ടീൻ ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു മോയ്സ്ചറിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഏലം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ആ കുരുവിൻ്റെ മേളിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ മേളിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ചിലവർക്ക് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്യണ്ട എന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ചിലവർക്ക് പ്രോബ്ലം ഒന്നുമില്ല. എനിക്കൊക്കെ സ്കിന്നിന് ഞാനിങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് പ്രോബ്ലം തോന്നിയിട്ടില്ല. പക്ഷെ ചിലവർക്ക് ഉണ്ടാവാറുണ്ട്. സോ നമുക്ക് ഈ സ്റ്റോണായിട്ട് ഡയറക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യണ്ട. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു നമ്മൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുത്തതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അല്ലേ. ഞാനത് റോസ് വാട്ടറിനകത്താണ് മിക്സ് ചെയ്തത്. നിങ്ങൾക്ക് ഇനി റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പച്ച വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഫേസ് പാക്കുകൾ ഉണ്ടല്ലോ, പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫേസ് പാക്കിൻ്റെ കൂടെ അതേപോലെ മിൽട്ടിയുടെ കൂടെയും നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഫേസിൽ പർട്ടിക്കുലറായിട്ട് ചെറിയ ഏരിയസിൽ മാത്രമായിരിക്കും പിമ്പിൾസ് വരുന്നത്. ചിലപ്പോൾ ഈ നെറ്റിയുടെ ഇവിടെയൊക്കെ ആയിരിക്കും ചിലവർക്ക് ഈ മൂക്കിൻ്റെ മേലായിട്ടുള്ള ബ്രിഡ്ജിൻ്റെ മേലെ, ചിലവർക്ക് കവിളുടെ സൈഡിൽ, ചിലവർക്ക് താടിക്കൊക്കെ ആയിരിക്കും. അങ്ങനെ പർട്ടിക്കുലറായിട്ടാണ് നമുക്ക് പിമ്പിൾസ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുൾ ഫേസ് ആയിട്ട് ഇടണം എന്നില്ല. നിങ്ങൾക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഇപ്പോൾ എൻ്റെ പിമ്പിൾസ് വന്ന ചെറിയ പാടുകളുണ്ട് അവിടെ ഇങ്ങനെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇച്ചിരി ഒരു ലൂസാണ്, കുറച്ച് കൺസിസ്റ്റൻസി അപ്പോൾ ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ.
നമ്മുടെ മുഖത്ത് അതൊന്ന് ഇരിക്കണ്ടേ കുറച്ച് നേരം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പർട്ടിക്കുലറായിട്ട് കുറച്ച് പിമ്പിൾസിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, നന്നായിട്ട് അവിടെ ഡ്രൈ ആയിട്ട്. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് നമ്മുടെ ഇന്നത്തെ ഒരു ഏലത്തിൻ്റെ ഒരു നാച്ചുറൽ റെമഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഓയിലി ഫേസുകാരാണ്, നിങ്ങൾക്ക് പിമ്പിൾസ് ഒരുപാടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണാൻ മതി. ബൈ.